ബിസ്മില്ലാഹി അഹ്മദുല്ലാഹ വഉസ്സല്ലി വഉസല്ലിമു അലാ റസൂലിഹിൽ കരീം. ഫിഖ്ഹ് പാർട്ട് 13. വസ്സാനി ഗുസ്ലുൽ വജ്ഹി. വുളൂഇന്റെ ഫർളുകളിൽ രണ്ടാമത്തത് മുഖം കഴുകലാണ്. മുഖത്തിൻ്റെ അതിർത്തി വിശദീകരിക്കുകയാണ്. വൽ വജ്ഹു തൂലൻ മാ ബൈന മനാബിത്തി ശഅരി റഅസി വ മുൻതഹൽ ലിഹയൈൻ വഅർളൻ മാ ബൈന ഉദുനൈ. നീളത്തിൽ പറയുമ്പോൾ സാധാരണഗതിയിൽ തലമുടി മുളക്കുന്ന സ്ഥലത്തിൻ്റെയും രണ്ട് താടിയെല്ലുകൾ അവസാനിക്കുന്ന സ്ഥലത്തിൻ്റെയും ഇടക്കുള്ള ഭാഗമാണ്. വീതിയിൽ രണ്ട് ചെവികൾക്കിടയിലുള്ള ഭാഗമാണ്. ഇതാണ് മുഖത്തിൻ്റെ അതിർത്തി. ഈ അതിർത്തിയിലുള്ള മുഴുവൻ ഭാഗങ്ങളും വെള്ളം ഒലിപ്പിച്ചു തന്നെ കഴുകൽ വുളൂഇൻ്റെ ഫർളാണ്. മുഖത്ത് ധാരാളം മുടികൾ മുളക്കുന്നു. മീശ, പുരികം, ഓമ, താടി, ചുറ്റങ്ങത്താടി, ഇങ്ങനെ പല നിലക്കുള്ള രോമങ്ങളും പുരുഷമുഖത്തും സ്ത്രീമുഖത്തുമൊക്കെ ഉണ്ടാവും. ആ മുടികളുടെ ഉൾഭാഗവും പുറംഭാഗവും ഒക്കെ വെള്ളമെത്തുന്ന രൂപത്തിൽ കഴുകൽ നിർബന്ധമാണ്. വയജിബു ഗുസ്ലു ശഅരിഹി ളാഹിറൻ വ ബാത്തിനൻ. മുഖത്തുള്ള മുടിയുടെ ഉൾഭാഗവും പുറംഭാഗവും കഴുകൽ നിർബന്ധമാണ്. ഇല്ലാ കസീഫൽ ലഹിയത്തി വൽ ആരിളി. നല്ല തിക്നെസ്സുള്ള അഥവാ അഭിമുഖമായി സംസാരിക്കുമ്പോൾ രോമത്തിൻ്റെ ഇടയിലൂടെ തൊലി കാണാത്ത വിധം ഇടതൂർന്ന താടി, ഇടത്താടി, ഇത് രണ്ടിൻ്റെയും ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല. ബാക്കി മുഖത്തുള്ള സർവ്വരോമത്തിൻ്റെയും ഉൾഭാഗവും പുറംഭാഗവും കഴുകൽ നിർബന്ധമാണ്. കട്ടിയുള്ള മീശക്കാർ ശ്രദ്ധിക്കണം. പെട്ടെന്ന് വുളു എടുത്തു പോകുമ്പോൾ മീശയുടെ ഉള്ളിലേക്ക് വെള്ളം ചേരാത്തൊരു സാഹചര്യം വന്നാൽ ആ വുളു സഹിഹാവുന്നതല്ല. ഇതുപോലെ നല്ല കട്ടിയുള്ള പുരികം, ആ പുരികത്തിനുള്ളിലേക്കും വെള്ളം ചേരാൻ ലേശം പ്രയാസപ്പെടും. ഇപ്പോൾ ചുണ്ടിൻ്റെ കീഴ്ചുണ്ടിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ചില ആളുകൾ മുടി നീട്ടി വളർത്തുക എന്നത് ഒരു ഹോബിയാക്കി കൊണ്ട് നടക്കാറുണ്ട്. അവിടെയും വെള്ളം ചേരാൻ പ്രയാസമാണ്, വെള്ളം ഒലിക്കാൻ പ്രയാസമാണ്. അവിടെയും ശ്രദ്ധിച്ചു കഴുകേണ്ടതാണ്. ചെവിയുടെ നേർഭാഗത്തുള്ള താടിയുടെ ഭാഗങ്ങളും ഇങ്ങനെ തന്നെ. അപ്പം രണ്ട് സ്ഥലം, താടിയുടെ, ഇടത്താടിയുടെ, അതും തിക്കുള്ളത്, അതിനുൾഭാഗമല്ലാത്ത മുഖത്ത് എല്ലാ മുടികളുടെയും ഉൾഭാഗവും പുറംഭാഗവും വെള്ളം ഒലിപ്പിച്ചു തന്നെ ശ്രദ്ധിച്ചു കഴുകൽ നിർബന്ധമാണ്. ഇതാണ് വുളൂഇൻ്റെ രണ്ടാമത്തെ ഫർള്. വമിനൽ വജ്ഹി മുൻതഹൽ ലിഹയൈനി വഹുമ്രത്തു ഷഫത്തൈൻ. താടിയെല്ലിൻ്റെ താഴ്ഭാഗത്തെ ആ സ്ഥലം മുഖത്തിൽപ്പെട്ടതാണ്. അതുപോലെ ചുണ്ടിൻ്റെ ചുവപ്പ്, അതും മുഖത്തിൻ്റെ പരിധിയിൽപ്പെട്ടു തന്നെയാണ്. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വുളു എടുത്താൽ അവിടെ വെള്ളം ചേരാത്തൊരു സാഹചര്യം വന്നാൽ വുളു സഹിഹാവുന്നതല്ല. അതേസമയം ചെവിയുടെയും കഴനെറ്റിയുടെയും ആട്ടിൻചെന്നിയുടെയും ഇടക്ക് മുടി മുളക്കുന്ന സ്ഥലം, അതിന് മുഖവളയിടുന്ന സ്ഥലം എന്നാണ് സാധാരണ പറയാറുള്ളത്. അതുപോലെ ചെവിക്കുറ്റി, കഴനെറ്റി, കഷണ്ടിയുടെ സ്ഥലം, ഇവ മുഖത്തിൻ്റെ പരിധിയിൽ പെട്ടതല്ലെങ്കിലും അവിടെയൊക്കെ കഴുകൽ സുന്നത്താണ്. വലായജിബു ഗുസ്ലു ബാത്തിനിൽ ഐനി. കണ്ണിൻ്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല. വലായുസ്തഹബു, സുന്നത്താക്കപ്പെടുകയുമില്ല. ബൽ യുക്രഹു, മറിച്ച് കണ്ണിൻ്റെ ഉള്ളു കഴുകൽ കറാഹത്താണ്. എന്നാൽ വൈന്നമായ ഗുസ്ലു ഇദാ തനജ്ജസ ലിഗലദി അംബിൻ നജാസത്തി. കണ്ണിൻ്റെ ഉള്ളിലേക്ക് നജിസ് വീണാലോ കഴുകൽ നിർബന്ധമാണ്. അത് നജിസ് വളരെ ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് കഴുകിയേ മതിയാവൂ. ഇങ്ങനെ മുഖത്തെ കഴുകേണ്ട ഭാഗങ്ങളും കഴുകേണ്ടാത്ത ഭാഗങ്ങളുമാണ് വിശദീകരിച്ചത്. വയജിബു ഗുസ്ലു ബഅദി ഹുദൂദിൽ വജ്ഹി ലിയതഹഖഖ ഗുസ്ലു ജമീഇഹി. മുഖം മുഴുവനും കഴുകിയെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മുഖത്തിൻ്റെ അതിർത്തികൾ കൂടെ അല്പം കഴുകൽ നിർബന്ധമാണ്. അളന്നു മുറിച്ച് അതിർത്തി കഴുകല്ല, അതിർത്തികളും കൂടെ അല്പം ഉൾപ്പെടുത്തി കഴുകൽ നിർബന്ധമാണ്. മുഖം മുഴുവനും തടകി കഴുകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ.
ഇങ്ങനെ ശ്രദ്ധിച്ച് മുഖം കഴുകി വുളു എടുക്കാനുള്ള സാഹചര്യം നാം സൃഷ്ടിക്കണം. മീശ, പുരികം, കീഴ്ചുണ്ടിൻ്റെ അടിഭാഗത്തുള്ള ആ രോമങ്ങൾ, ഇവിടൊക്കെ വെള്ളം ചേരാൻ പ്രയാസമുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി ഷർത്തുകളൊക്കെ ഒത്ത വുളു എടുത്ത് നിസ്കരിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.